സമൂഹത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ, പൊതുധാരയിൽ ഒരിക്കലും പ്രത്യക്ഷമാവാത്ത നിഗൂഢമായി കിടക്കുന്ന രഹസ്യങ്ങളെ, സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള അത്തരം ഡാറ്റകളെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് കേവലം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. കേവലം ഒളി ക്യാമറകൾ ഉപയോഗിച്ചോ നിഗൂഢമായ സ്ഥലങ്ങളിലേക്ക് വലിഞ്ഞു കയറിയോ ഉള്ള പ്രവർത്തനം മാത്രമല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. അതിനു പുറമെ നമുക്ക് ലഭ്യമായിട്ടുള്ള അക്കാഡമിക് ഡോക്യുമെന്റുകൾ, അവയെ കൃത്യമായി പരിശോധിച്ച് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാസ്ഥകളെ, സമൂഹത്തിൽ നിലനിൽക്കുന്ന അധാർമികതകളെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ആ പ്രവർത്തനത്തെയാണ് നാം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നത്. പ്രശസ്ത ഇംഗ്ലീഷ് നോവലിസ്റ്റായ ജോർജ് ഓർവെൽ പറഞ്ഞതുപോലെ, ജേർണലിസം ഈസ് പ്രിന്റിംഗ് വാട്ട് സംവൺ എൽസ് ഡസ് നോട്ട് വാണ്ട് ടു പ്രിന്റ്. ഒരു വ്യക്തി അഥവാ അഴിമതി ചെയ്ത വ്യക്തി പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ജേർണലിസം എന്നതിന്റെ വിവക്ഷ. കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ധർമ്മം എന്താണെന്ന് ഈ വാക്കുകൾ നമ്മോട് പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായി നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് 2021 പെഗാസസ് സംഭവവുമായി സംബന്ധിച്ച് ആംനസ്റ്റി ഇന്റർനാഷണലും ഫോർബിഡൻ സ്റ്റോറീസും നടത്തിയ മാധ്യമ പ്രവർത്തനമാണ്. ഇസ്രായേലി NSO ഗ്രൂപ്പ് നടത്തിയ അത്തരം വൈറസുകൾ ഇന്ത്യയിലെയും മറ്റു വിവിധ രാഷ്ട്രങ്ങളിലെയും ആക്ടിവിസ്റ്റുകളെയും ജേർണലിസ്റ്റുകളെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. അവരുടെ ഫോണുകളിലെയും മറ്റ് സാങ്കേതിക വിദ്യകളിലെയും ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് രാഷ്ട്രത്തിൻ്റെ ചലനം നിരീക്ഷിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച വൈറസാണ്, മാൽവെയറാണ് പെഗാസസ് എന്നത്. ആംനസ്റ്റി ഇന്റർനാഷണലും ഫോർബിഡൻ സ്റ്റോറീസുമാണ് കേവലം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിലൂടെ അത് കണ്ടെത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നവകാല മാധ്യമ പ്രവർത്തനങ്ങളെ നാം സമീപിക്കുമ്പോൾ, നാം മുഖവിലക്കെടുക്കുമ്പോൾ, കേവലം കോർപ്പറേറ്റ് വൽകൃതം മാത്രമായിട്ട് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളെ ഒരിക്കലും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോർപ്പറേറ്റ് വൽകൃതമായ സ്ഥാപനങ്ങളുണ്ട്, കേവലം ലാഭേച്ഛയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, യാതൊരുവിധ ധാർമ്മിക മൂല്യങ്ങളുമില്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. എന്നിരിക്കെ തന്നെ സമൂഹത്തിനു വേണ്ടിയും രാഷ്ട്രത്തിനു വേണ്ടിയും ധാർമ്മികമായി മൂല്യങ്ങളോടെ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന അത്തരം മാധ്യമ സ്ഥാപനങ്ങളാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. ഹ്യൂഗോ ബ്ലാക്ക് പറയുന്നത് പോലെ, ദി പ്രസ് ഈസ് ടു സെർവ് ദി ഗവേൺഡ് നോട്ട് ദി ഗവേണേഴ്സ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ ഭരിക്കുന്നവരെ സംരക്ഷിക്കാനുള്ളതല്ല മാധ്യമ പ്രവർത്തനം, മറിച്ച് ഭരിക്കപ്പെടുന്നവർക്ക് വേണ്ടി ശബ്ദിക്കാനുള്ളതാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ് ഹ്യൂഗോ ബ്ലാക്ക് പറഞ്ഞത്. ആ വാക്കുകൾ മാധ്യമ പ്രവർത്തനത്തെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. കോർപ്പറേറ്റ് വൽകൃതമായ മാധ്യമ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ധാർമ്മികമായ സ്ഥാപനങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. ഇത്തരത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കെ, ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചിറക് വിരിക്കാൻ, ആ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നാം സജ്ജരാകുന്നുണ്ടോ എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകരെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ കേവലം പരസ്യ പ്രകടനങ്ങൾ മാത്രമായി, ആർപ്പുവിളികൾ മാത്രമായി മാധ്യമ പ്രവർത്തനം മാറുന്നുണ്ട് എങ്കിൽ പോലും വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങളെങ്കിലും നമുക്ക് ധാർമ്മികമായ പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഫ്ലുവൻസ് മീഡിയയുടെ സ്ഥാപകനായ, കേരളത്തിൽ നിന്നുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ ജോസീഫ് ജോസഫ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഫിയർ ഈസ് ലെസ് ഓഫ് ആൻ ഇഷ്യൂ, ലോൺലിനെസ് ഈസ് ദി മെയിൻ പ്രോബ്ലം എന്നുള്ളതാണ്. അഥവാ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്താനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് ഭയമല്ല, മറിച്ച് ഏകാന്തതയാണ്.
ഞാൻ ഈ ഉദ്യമത്തിന് പുറപ്പെടുമ്പോൾ എൻ്റെ പിന്നിൽ അണിനിരക്കാൻ, എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ, സംസാരിക്കാൻ എൻ്റെ പിറകിൽ മനുഷ്യരുണ്ടാകുമോ എന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തെക്കുറിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളതാണ് ജോസി ജോസഫ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ജേർണലിസ്റ്റുകൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഭഗീരഥ പ്രയത്നം ആവശ്യമാകുന്ന ഒന്നാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നത്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ഡോക്യുമെന്റുകൾ പരതി ഒരു തീർപ്പിലേക്ക് എത്തുന്ന കേവലം 1-2 മണിക്കൂറുകൾ മാത്രമുള്ള ഡോക്യുമെന്ററികളാണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ പോലും അതിനു പിന്നിൽ വലിയ പ്രയത്നമുണ്ട്. ആ പ്രയത്നത്തെ നാം മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. ആ പ്രയത്നത്തെ നാം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ, അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഊർജം. അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാവട്ടെ നമ്മുടെ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ ഊർജം എന്ന് മാത്രം പറഞ്ഞ് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.